ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് ഒരു സൂവിലാണ്. സോളോഹിക്കോ ലാ പാസ്തോറ എന്നാണ് ഈ സൂവിൻ്റെ പേര്. നിങ്ങൾ എപ്പോഴെങ്കിലും മെക്സിക്കോയിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം സന്ദർശിക്കേണ്ടതാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. മ്യൂസിയം, ഗ്രീനറി, പാർക്ക്, ഫൗണ്ടൻ എല്ലാം ഉണ്ട്. ഗൊദാലുപ്പ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾക്ക് വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ വരാമല്ലോ. ഇതിൻ്റെ എൻട്രൻസ് ആണ്. എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. ബേറ്റിയിൽ ഇവിടെ ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്. 60 ആയുള്ളൂ. ന്യൂവോ ലിയോൺ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സൂ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ സ്ക്രീനിൽ ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ. നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നടക്കാനൊക്കെ നല്ലൊരു രസമുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ലൊരു വൈബുണ്ട്. ഇവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് കാണാം. അവിടെ നമുക്ക് തിരിച്ച് വന്നിട്ട് കയറാം. ഇപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് ഉള്ളിലേക്കുള്ള എൻട്രൻസ്. കയറിയപ്പോൾ തന്നെ നല്ല സൗണ്ട് ഉണ്ട്. എല്ലാവരും വെൽക്കം ചെയ്യുന്നതാണോ തെറി പറയുന്നതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഫോട്ടോ സെക്ഷൻ, ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ മൈലിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാൻ അവിടേക്കാണ് പോകുന്നത്. എന്തായാലും അടുത്ത ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടാം. ഈ 2 ഫോട്ടോ എടുത്തു. ഇവിടെ അഗൈൻ ഒരു 3 എന്താ പറയുക എൻട്രൻസ് ഉണ്ട്. ഇതൊരു പസിലൊക്കെ പോലെ തോന്നുന്നു. ഇവിടെയും കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സെക്ഷൻസൊക്കെ കാണാം. ഞങ്ങൾ ഇവിടുന്ന് 2 ഫോട്ടോ എടുത്തു. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ പോകാൻ ഡയറോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന വഴി കൂടെ വന്ന്
സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് നല്ല രസമുണ്ട്. അധികം ആൾക്കാരുണ്ടായാൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആളെ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇതിൻ്റെ ഒരു ബോർഡിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇത് വൈറ്റ് റിനോസറാണ്. ഇതിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ലൈഫ് സ്പാൻ, ഇംഗ്ലീഷ് നെയിം, സയൻറ്റിഫിക് നെയിം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിന്ന് ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് അടുത്ത ആളെ കാണാൻ പോകാം. അവിടെ സൈഡിലൊരു കുട്ടി ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ളത്. ഒരു കുട്ടി ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് നടക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം, അവർ കൊണ്ട് കാണിക്കും. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ നടക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് ഓരോന്നായിട്ട് കാണാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല ശബ്ദങ്ങളും, ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. മാത്രമല്ല ഇവിടെ ആൾക്കാർ രാവിലെ ആയതുകൊണ്ട് ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ്. ദൂരെ നിന്ന് ഒരാൾ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് നോക്കിയിട്ട് വരാം. ഓസ്ട്രിച്ച് ആണിത്, ഒട്ടക പക്ഷിയാണ്. ഇത് 30 to 40 വർഷം വരെ ജീവിക്കും. ഇതിൻ്റെ വെയ്റ്റ് 180 കിലോഗ്രാമാണ്. ഇവിടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്, ഇത് പക്ഷികളുടെ സെക്ഷനാണെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് പോയി നോക്കാം. ആരെയും കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തോ ടൈപ്പ് കോഴീനെ പോലെ അല്ലേ? ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആർക്കും വലിയ മൈൻഡൊന്നുമില്ല ഗൈസ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് പോയി നോക്കാം. ഓക്കോ ഫൈസൻ, ഭയങ്കര പേരാണല്ലോ. ഇത് സ്പാനിഷ് നെയിമാണ്. ഇംഗ്ലീഷ് ക്രാക്സ് റൂബ്ര എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും മലയാളത്തിൽ എന്താ പറയാന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.
ഗൈസ്. നല്ല റിതമൊക്കെ ഉണ്ട് മ്യൂസിക്കിന്. വല്ല തെറി വിളിക്കുന്നതാണോ സ്വാഗതം ചെയ്യുന്നതാണോ എന്നൊക്കെ ആർക്കറിയാം. എനിക്ക് കേട്ടിട്ട് തോന്നിയത് നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കുന്നതായിട്ടാണ്. അതിക്രമിച്ച് കയറി വന്നതിന് ഓടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇതാണ് അഖിലിയ ഹാരിസ് ഈഗിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അടുത്തേക്ക് പോയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നോക്കിയിട്ട് തരാം എന്താണെന്ന്. ഇത് നമ്മുടെ വോൾഫ് ഡോഗാണ്, ചെന്നായാണ്. ഇത് 12 to 18 വർഷം വരെ ജീവിക്കുമെന്നാണ് പറയുന്നത്. അവിടെ കുഞ്ഞു കുഞ്ഞു പക്ഷികളാണുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോവാം. അവിടെ ആരെയൊക്കെ കാണുന്നുണ്ട്. മാനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഒരാൾ മാത്രം ഇങ്ങോട്ട് ഫോട്ടോക്കെ ആയിട്ട് പോസ് ചെയ്യുന്നത് പോലെ ഉണ്ട്. ബാക്കി എല്ലാവരും അതിൻ്റെ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്റ്റാച്ചു പോലെ ഉണ്ട്. ഒരു വലുതൊന്നുണ്ട് അവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിത്തരാം. ബൊറേക്കോ ബർബറിസ്കോ. ഇതൊരു ടൈപ്പ് ഓഫ് ആടാണെന്നാണ് പറയുന്നത് ഗൈസ്. എന്തായാലും മാനല്ല. ഞാൻ മാനെന്ന് പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിലാരോ കിടക്കുന്നുണ്ട്. ആരും കാണുന്നില്ല. അതെ, മൂപ്പരവിടെ കിടപ്പുണ്ട്. Mira, Brian, ahí estás tú. നൈൽ ഹിപ്പോപ്പൊട്ടാമസ് ആണിത്. ഇത് 2300 to 2500 വരെ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഇവിടെ ഒരാൾ ചാടി ചാടി പോകുന്നുണ്ട്. ഇത് സ്പൈഡർ മങ്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒസെലോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ടൈപ്പ് ഓഫ് ക്യാറ്റാണ്. ഇവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. ഇത് ലിൻസ് ആണ്. ഷോർട്ട് ടൈൽഡ് കാറ്റ്സ്, ചെറിയ വാലുള്ള പൂച്ചകളാണ്. നല്ല ഉറക്കത്തിലാണ്. ടിപ്പസ് പെൻഡിൽ എന്നാണ് സ്പാനിഷിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് മൗണ്ടൻ ഡോഗ് എന്നാണ്. ഇവിടെ മേലെ ഒരാളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷനാണ്. ഇവിടെ ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ട് കറക്റ്റ് പോകാമായിരുന്നില്ലേ. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ പോകാം. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരെയും കാണുന്നില്ല. ചിലപ്പോൾ ഉള്ളിലുണ്ടാവും. ഇവിടെയും പുറത്താരുമില്ല. അവിടെ പെട്ടെന്ന് ആന എൻട്രി ചെയ്തു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആനയ്ക്ക് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ. അതിന് അവിടെ നിന്ന് ഇങ്ങനെ തിന്ന് ഇങ്ങനെ നമ്മൾ അടുത്തോട്ട് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. എന്തായാലും തിന്ന് വരാൻ കുറേ ടൈം എടുക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്താൽ ടൈം പോവും. ഇത് ആഫ്രിക്കൻ എലിഫൻ്റാണ്. 4500 to 6000 വെയിറ്റ് വരെ ഉണ്ട് ഇതിന്. 50 to 70 ഇതിൻ്റെ ലൈഫ് സ്പാൻ.
അവിടെ ആരോ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. കൂടെ ഒരു മാനും കമ്പനിക്ക് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാൻ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ആന ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാൻ പോവാണ്. ഇത് ജാപ്പനീസ് മാനാണ്. ഇനി നമ്മൾ തിരിച്ച് ആ എൻട്രൻസിൻ്റെ അടുത്തെത്തി. ഇനി നെക്സ്റ്റ് എൻട്രൻസിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ സീബ്രകളാണ്. എല്ലാവരും ഒരേ താളത്തിലിങ്ങനെ വാലാട്ടുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ഈ സൈഡിലുള്ള ആൾക്കാരും വാലാട്ടുന്നുണ്ട്. ചിലപ്പോൾ പ്രാണികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഒരുപോലെ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിവിടുത്തെ സ്റ്റേഡിയം ആണ് ഗൈസ്. ഇവിടെയാണ് 2026 ഫുട്ബോൾ നടക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഫുട്ബോൾ കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൂ ഇവിടെ ബാക്ക് തന്നെയാണ്. ഈ സൂ കൂടി നിങ്ങൾക്ക് സന്ദർശിക്കാം. അടിപൊളി സൂ ആണ്. എന്തായാലും നിങ്ങൾ വരണം. ഒരൊട്ടക ഇരിക്കുന്നുണ്ട് ഇവിടെ. Y venados. ഇത് നമ്മുടെ ഇന്ത്യൻ മാനാണെന്നാണ് പറയുന്നത്. ഇത് ആന്തലൂപ്പാണ്.
കൂട്ടത്തിൽ ഒരാൾ നല്ല സുഖത്തിൽ കിടക്കുന്നുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് ലാമയാണ്. 20 to 25 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഒരാൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് അടുത്ത ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ ലയൺ, ടൈഗർ ഇതൊക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. ഇവിടെ ഏകദേശം ഇപ്പോൾ ഉച്ചയായി. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഉച്ചയായി. നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടൈഗർ അവിടെ ഇരിക്കുന്നുണ്ട്. വൈറ്റ് ടൈഗർ ഉണ്ട് ഇവിടെ, പക്ഷേ വൈറ്റ് ടൈഗറിനെ കാണുന്നില്ല. ഉള്ളിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈഗറിനെ കാണുന്നുള്ളൂ. ഫോട്ടോ ഒക്കെ ചിരിക്കുന്നത് പോലെയുണ്ട്. ഇവിടെ കുറേ ആമകളുണ്ട്. രണ്ടാളും കൂടി അടി കൂടുകയാണെന്നാണ് തോന്നുന്നത്. ആൾക്കാരെ കണ്ടപ്പോൾ നിർത്തി. ഇത് ഡെസേർട്ട് ആമകളാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് കരടിയുണ്ട് ഇവിടെ. ഞാൻ ആദ്യം വിചാരിച്ച ഒന്നേ ഉള്ളൂ. ഒന്ന് മരത്തിന് മേലെ നിൽക്കുന്നുണ്ട്. ഓസോ നേഗ്രോ. ഓസോ മീൻസ് കരടി, നേഗ്രോ ബ്ലാക്ക് എന്നാണ് മീനിങ്. ഇവിടെ ഒരു മുതലയുണ്ട്. ഇത് ബ്ലാക്ക് ജാഗ്വറാണ്. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, പക്ഷെ സൂം ചെയ്തിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആമയുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ നല്ല സുഖത്തിൽ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അവിടെ ഒരാൾ ചളിയിൽ നല്ല കുളിച്ച് കിടക്കുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നു. ഇവിടെ നല്ല വെയിൽ വന്നു. നെക്സ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്, അതിൽ മയിലും പാമ്പുകളൊക്കെ വരുന്നുണ്ട്. സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.